ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ വാർഷിക എക്സാം ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. ഒന്നാമത്തത് ശരിയുത്തരം അടയാളപ്പെടുത്താനാണ്. അമിതമായി ആഹാരം കഴിച്ചാൽ എന്താണ്? അമിതമായ ആഹാരം കഴിച്ചാൽ ബുദ്ധിമാന്ദ്യമുണ്ടാകും. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15ാമത്തെ ഉപ്പാപ്പ. നമ്മൾ ഉപ്പാപ്പമാരുടെ പേര് ബൈത്ത് മുഖാന്തരം തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 15ാമത്തത് ഹുസൈമ എന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 15ാമത്തെ ഉപ്പാപ്പ. അടുത്തതാ, 1,24,000 ആരെ? അമ്പിയാക്കൾ. 1,24,000 അമ്പിയാക്കൾ. പെട്ടെന്ന് ദേഷ്യപ്പെടൽ ലക്ഷണമാണ്, അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. ആരായിരുന്നു? തോയിഫുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോയിഫിലേക്ക് പോയതായിരുന്നു. അപ്പോൾ തോയിഫുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. ഇവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടില്ല. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേയില്ല. വടി പാമ്പാക്കി മോചിതത്ത് കാണിച്ചു. ആരായിരുന്നു? മൂസ അലൈഹിസ്സലാം. അപ്പം അതിൻ്റെ എഴുതാം. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി ഇട്ടുകൊടുക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ. മരിച്ചവരെ ജീവിപ്പിച്ച് മോചിതത്ത് കാണിച്ചു. ആരായിരുന്നു? ഈസാ അലൈഹിസ്സലാം. അപ്പം അതിൻ്റെ ഈ എഴുതാം. മുസ്ലിം ആയതിൻ്റെ പേരിൽ പീഡനം സഹിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ ഡി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാഠഭാഗത്ത് നിന്ന് വരുന്ന ഓരോ പോയിന്റുകളും മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലുകൾക്കിടയിൽ ഖാത്തമുൻ നുബുവത്ത് എന്ന അടയാളമുണ്ട്. അയ്യുഹൽ മബൂസു ഫീന അഷ്റഖൽ ബദർ എന്ന പാഠത്തിൽ മദീന നിവാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും സ്വീകരിച്ചു. ദഫ് മുട്ടി അല്ലേ? അപ്പോൾ അവർ പാടി തൊലകൽ ബദറു അലൈന. അപ്പോൾ അതിൽ ഒരു ലൈനാണ് അയ്യുഹൽ മബൂസു ഫീന ജിഅ്ത ബിൽ അംരിൽ മുത്തായി. അടുത്തതോ, ദാനം ചെയ്താൽ ഡേഷ് വർദ്ധിക്കും. എന്താണ്? ദാനം ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കും. ദാനശീലർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട്. അവരുടെ പാപങ്ങൾ പൊറുക്കും, സമ്പത്ത് വർദ്ധിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ദാനം ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡേഷിനെ 2ആയി പിളർത്തി കാണിച്ചു. എന്തിനായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണചന്ദ്രനെ 2ആയി പിളർത്തി കാണിച്ചു. അപ്പോൾ പൂർണ്ണചന്ദ്രനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഡേഷ് ഒരു യാത്രക്കാരനെ പോലെയാവുക. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹലോകത്ത് നീ വിദേശിയെ പോലെയാവുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാവുക. അപ്പോൾ അവിടെ ഇഹലോകത്ത് നീ ഒരു യാത്രക്കാരനെ പോലെയാവുക. അപ്പം നമുക്കവിടെ നീ ഇഹലോകത്ത് ഒരു യാത്രക്കാരനെ പോലെയാവുക. ഇഹലോകത്ത് എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബ് പിറന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാം. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദ് ഏത്? രണ്ടാമത്തെ മസ്ജിദ്. 1ാം സ്ഥാനത്ത് മസ്ജിദുൽ ഹറാമും, 2ാം സ്ഥാനത്ത് മസ്ജിദുൻ നബവിയും, 3ാം സ്ഥാനത്ത് മസ്ജിദുൽ അഖ്സായും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മസ്ജിദ് മസ്ജിദുൻ നബവി. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നപ്പോൾ ആരുടെ കുതിരയുടെ കാലുകളാണ് ഭൂമിയിൽ ആണ്ടുപോയത്? ആരുടേതായിരുന്നു? സുറാഖത്ത് ബിനു മാലിക് എന്നവരുടെ കുതിരയുടെ കാലുകളാണ് പാറ പോലെ ഉറച്ച ഭൂമിയിൽ ആണ്ടുപോയത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്ത ഒരു സഹാബി
അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചതാര്? ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? അത് പിശാചിന്റെ രീതിയാണ്. മുർസലുകളുടെ എണ്ണം എത്ര? മുർസലുകളുടെ എണ്ണം 313. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. അമ്പേറ്റ് പറഞ്ഞു തൂങ്ങിയ കണ്ണ് സുഖപ്പെട്ടു ആരുടെ? എങ്ങനെയാണ്? യുദ്ധത്തിൽ അമ്പ് തറച്ച് പറഞ്ഞു തൂങ്ങിയത് ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് ചേർത്ത് തടവിയപ്പോൾ പൂർണ്ണസ്ഥിതിയിലായി. അപ്പോൾ ഇവിടെ ആരുടെ കണ്ണുകളാണെന്ന് വെച്ചാൽ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെത്. എങ്ങനെയാണ് സുഖപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് ചേർത്ത് തടവിയപ്പോഴാണ്. അടുത്തതാ, മസ്ജിദുൻ നബവിയിൽ എവിടെയാണ് റൗള ഷരീഫ്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മെമ്പറയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അത് മനസ്സിലാക്കുക. അടുത്തത്, അറബികളെ നിങ്ങളുടെ സൗഖ്യം അതാ വരുന്നു. ഇത് പറഞ്ഞതാര്? എപ്പോഴാണ്? ഒരു ജൂതനാണ് അത് വിളിച്ചു പറഞ്ഞത്. അറബികളെ അതാ നിങ്ങളുടെ സൗഭാഗ്യം വരുന്നു. ഇത് ഒരു ജൂതനാണ് വിളിച്ചു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോഴാണ്, മദീനയിലേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് ആ ജൂതൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. അടുത്തത്, പിശുക്കിൻ്റെ 2 കാരണങ്ങൾ. പിശുക്കിൻ്റെ 2 കാരണങ്ങളാണ് ദാരിദ്ര്യഭയം, അല്ലാഹു തആല നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, സമ്പത്തിനോടുള്ള ആർത്തി. ഇതൊക്കെ പിശുക്കിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണ്. അടുത്തത് എന്താണ്? ഇത് ലാഭം കിട്ടുന്ന ധനമാണ്. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തൻ്റെ ബൈറുഹാ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, ഇത് ലാഭം കിട്ടുന്ന ധനമാണ്, ഇത് താങ്കളുടെ കുടുംബക്കാർക്കിടയിൽ ഭാഗിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചിറങ്ങിയ ഖുറൈശികൾ സൗർ ഗുഹാമുഖത്ത് കണ്ടത് എന്തൊക്കെയാണ് കണ്ടത്? അവർ സൗർ ഗുഹാമുഖത്ത് പഴക്കം ചെന്ന ചിലന്തി വലയും കൂടുകെട്ടിയ പ്രാവിനെയും അവർ കണ്ടു. പഴക്കം ചെന്ന ചിലന്തി വലയും കൂടുകെട്ടിയ പ്രാവിനെയും അവർ കണ്ടു. അടുത്തത്, സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കും എന്താണ്? സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും സത്യവിശ്വാസികൾക്ക്. എന്നാൽ സത്യനിഷേധികൾക്കോ നരകവും അതിലെ കഠിന ശിക്ഷകളുമാണ് ലഭിക്കുക. അപ്പോൾ അതൊക്കെ രണ്ടും മനസ്സിലാക്കി പഠിക്കണം, സത്യവിശ്വാസികളും സത്യനിഷേധികളും. അടുത്തതാ, രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ഇസ്രാ മേറാജ്, പിന്നെ നബി കുടുംബം. അത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഇസ്രാ മേറാജും എന്താണ്? നുബുവത്തിൻ്റെ 11-ാം വർഷം റജബ് 27-ാം രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന ബുറാഖ് എന്ന മൃഗവുമായി എത്തി അതിന്മേൽ കയറി യാത്ര ചെയ്തത്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സായിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുൻതഹായിലേക്കും അല്ലാഹു തആല ഉദ്ദേശിച്ച മറ്റു സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. ഇതാണ് മിഅ്റാജ്. കഴിഞ്ഞുപോയ അമ്പിയാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടി. ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അല്ലാഹു തആലയുമായി മുനാജാത്ത് നടത്തി. മുസ്ലിങ്ങൾക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. ഇതൊക്കെയാണ് ഇസ്രാവും മേറാജും എന്നതിനെ കുറിച്ച് എഴുതാൻ. ഇനി അടുത്ത നബി കുടുംബം എന്താണ്? ഏറ്റവും ഉത്തമമായ കുടുംബ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. സയ്യിദുമാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അവരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരോട് മോശമായി പെരുമാറരുത്. അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറഞ്ഞു, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. അപ്പോൾ ഇത്രയും നബി കുടുംബത്തെക്കുറിച്ച് നമുക്ക് എഴുതാം. ഇനിയാ ഇസ്ലാമിലെ ഭക്ഷണ രീതിയും ഖാറൂനിൻ്റെ പതനവും. അപ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ ഭക്ഷണ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വയറിനേക്കാൾ മോശമായതില്ല. മനുഷ്യന് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണം മതി. അതുപോരെങ്കിൽ വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം കഴിക്കട്ടെ, 1/3 വെള്ളം കുടിക്കട്ടെ, 1/3 ഭാഗം കാലിയാക്കിയിടട്ടെ. മുസ്ലിമിൻ്റെ ഭക്ഷണക്രമം ഇങ്ങനെയാണ്. സത്യവിശ്വാസികൾ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കൂ, ഹലാലായ പാനീയമേ കുടിക്കൂ. ശരീരത്തിനും ബുദ്ധിക്കും ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കരുത്. രാസവസ്തുക്കളും കൃത്രിമ നിറങ്ങളും ചേർന്ന ഭക്ഷണം ഒഴിവാക്കണം. മാംസാഹാരങ്ങളും മറ്റും ഹലാലാണെന്നും ഹാനികരമല്ലെന്നും ഉറപ്പുവരുത്തണം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് അലസതയുണ്ടാക്കും, ബുദ്ധിമാന്ദ്യത്തിന് ഇടവരുത്തും, അമിത ഉറക്കിന് കാരണമാകും. അതൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഖാറൂനിൻ്റെ പതനം. എങ്ങനെയായിരുന്നു? അഹങ്കാരമാണ് കാരണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ജീവിച്ച അഹങ്കാരിയായ ഒരു സമ്പന്നനായിരുന്നു ഖാറൂൻ. അദ്ദേഹത്തിൻ്റെ ഖജനാവിൻ്റെ താക്കോൽ കൂട്ടം നിരവധി ഒട്ടകങ്ങൾ ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു. അഹങ്കരിക്കരുതെന്നും മൂസാ നബി അലൈഹി ഇസ്ലാം അയാളെ ഉപദേശിച്ചു. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ജനങ്ങളെ സഹായിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്നും കൽപ്പിച്ചു. വിനയത്തോടെ ജീവിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ഉപദേശം ചെവിക്കൊണ്ടില്ല. അയാളുടെ ധിക്കാരത്തിന് അല്ലാഹു തആല കനത്ത ശിക്ഷ നൽകി. ഭൂമി പിളർത്തി അയാളെയും അയാളുടെ സമ്പത്തിനെയും അല്ലാഹു അതിനുള്ളിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അപ്പം അത് മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ പാഠത്തു നിന്നും വന്ന കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം അത് പറയുന്നുണ്ട്. നിങ്ങളെ 17ാമത്തെ പാഠം ഇബാദുർ റഹ്മാൻ എന്ന പാഠത്തിൽ. അതിൽ തന്നെയാണ് ഈ അഹങ്കാരത്തെക്കുറിച്ചിട്ടും പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. മറ്റു ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപകാരപ്പെടുത്തുക. ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് അതിൻ്റെ പ്ലേലിസ്റ്റുകൾ അയച്ചു തരാം. 82 89 89 29 85. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ അറിയിക്കുക, നമുക്ക് മാറ്റി ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.